ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിൽ നിന്നുള്ളൊരു പോമാണ്. മാർവലസ് ട്രാവൽ എന്നാണ് ഈ ഒരു പോയത്തിൻ്റെ പേര്. മലേഷ്യൻ ഫിലിം ഡയറക്ടറും അതേപോലെ ഡിസൈനറുമായിട്ടുള്ള ജോഷുവ ഫെർണാണ്ടസ് ആണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. മാർവലസ് ട്രാവൽ, അതാണ് നമ്മളുടെ പോയത്തിൻ്റെ ടൈറ്റിൽ അല്ലേ. മാർവലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശിഷ്ടമായ അല്ലെങ്കിൽ വണ്ടർഫുൾ എന്ന് പറയുന്ന ഒരു മീനിങ് തന്നെയാണ് വരുന്നത്. ട്രാവൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യാത്ര അല്ലേ. അപ്പോൾ വളരെ വിശിഷ്ടമായ യാത്ര എന്നുള്ളതാണ് ഈ ഒരു ടൈറ്റിലിൻ്റെ മീനിങ് വരുന്നത്. ഇനി ഇവിടെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നമുക്കത് നോക്കാം. ട്രാവലിംഗ് ഈസ് എ വേ ഓഫ് ഗെറ്റിംഗ് ടു നോ ദ വേൾഡ്. ട്രാവലിംഗ് അല്ലേ, യാത്ര എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ട്രാവലിംഗ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? ഈസ് എ വേ ഓഫ് ഗെറ്റിംഗ് ടു നോ ദ വേൾഡ്. ഈ ഒരു ലോകത്തിനെ അറിയാനുള്ളൊരു മാർഗമാണ്, ഒരു വഴിയാണ് ട്രാവലിംഗ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടങ്ങളിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ആളുകളെയും അവരുടെ കൾച്ചറും അതേപോലെ അവരുടെ ഫുഡ് അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഈ ലോകത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു മാർഗമാണ് ട്രാവൽ എന്ന് പറയുന്നത്. ഫൈൻഡിങ് ഔട്ട് ന്യൂ പീപ്പിൾ ആൻഡ് ലേണിംഗ് അബൌട്ട് ദെയർ ലൈഫ്സ്. പുതിയ പുതിയ ആളുകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. ആൻഡ് ലേണിംഗ് അബൌട്ട് ദെയർ ലൈഫ്സ്, അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. ഹിയർ ദ പോയറ്റ് ഷെയർസ് ഹിസ് വ്യൂസ് ഓൺ ട്രാവൽ. ഇവിടെ നമ്മളുടെ പോയറ്റ് ഈ ഒരു കവിതയിലൂടെ ഷെയർ ചെയ്യുന്നത് എന്താണ്? ഹിസ് വ്യൂസ് ഓൺ ട്രാവൽ, അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ചുള്ള ആശയങ്ങളാണ്. ഓക്കെ, വ്യൂസ് ആണ്. ഇനി നമുക്ക് പോയത്തിലേക്ക് വരാം. I travel with my eyes, watching those silently cry, asking themselves the question why someone left them without saying goodbye. ഇതാണ് ഫസ്റ്റ് ആൻസർ. അപ്പോൾ എന്താണ് ഐ ട്രാവൽ വിത്ത് മൈ ഐസ്? ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ട്രാവലർ അപരിചിതമായിട്ടുള്ള സ്ഥലത്തിലൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നുണ്ടാവുക. ഒരുപാട് ആഗ്രഹിച്ച കാഴ്ചകളൊക്കെ കാണുന്നുണ്ടാവും, അതേപോലെ അപരിചിതമായിട്ടുള്ള ആളുകളെ പ്രദേശങ്ങളൊക്കെ കാണുന്നുണ്ടാവും അല്ലേ. അപ്പം എന്താണ്, വ്യത്യസ്തമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. വാച്ചിങ് ദോസ് സൈലൻ്റ്ലി ക്രൈ, അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ചിലർ സൈലൻ്റായിട്ട് കരയുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ശബ്ദം പുറത്തേക്ക് വരാത്ത രീതിയിൽ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പം നമുക്കിപ്പോൾ ഒരാളുടെ ഫേസ് കണ്ടാൽ മനസ്സിലാവില്ലേ, അയാൾ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ ഫേസ് കണ്ടാൽ മനസ്സിലാവും അല്ലേ. അപ്പം വിതുമ്പുന്നുണ്ടെങ്കിൽ എന്താണ്, ശബ്ദം പുറത്തേക്ക് വരില്ല അല്ലേ. അപ്പോൾ സൈലൻ്റായിട്ട് അങ്ങനെ കരയുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആസ്കിങ് ദംസെൽസ് ദ ക്വസ്റ്റ്യൻ വൈ. അപ്പം ഞാൻ അവരോട് എന്ത് ചോദിച്ചിട്ടുണ്ട്? എന്തിനാണ് കരയുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. സംവൺ ലെഫ്റ്റ് ദം വിതൗട്ട് സേയിങ് ഗുഡ് ബൈ. അപ്പോൾ അവരെന്താണ് ആൻസർ ചെയ്തത്? സംവൺ ലെഫ്റ്റ് ദം വിതൗട്ട് സേയിങ് ഗുഡ് ബൈ. ആരോ, അവർക്ക് പ്രിയപ്പെട്ട ആരുമാകാം അല്ലേ, ആരോ അവരോട് ഗുഡ് ബൈ പറയാതെ പോയിട്ടുണ്ട്, യാത്രയായിട്ടുണ്ട്. അതായത് ഇവിടെ മരണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ്, ഈ കരയുന്ന ആളുകളുടെ പ്രിയപ്പെട്ട ആരോ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവരെന്താണ്, സൈലൻ്റായിട്ട് അവരുടെ ആ ഒരു സങ്കടം കരഞ്ഞു തീർക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. അതായത് പലപ്പോഴും ആളുകൾ യാത്ര ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ സങ്കടമോ വിഷമോ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ. അങ്ങനെ പോകുന്ന സമയത്തും എന്താണ്, നമുക്ക് ചുറ്റുമുള്ള നമുക്ക് അപരിചിതരായിട്ടുള്ള പലരും വേദനിക്കുന്ന കാഴ്ചകൾ കാണേണ്ട അവസ്ഥ വരും അല്ലേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് സൈലൻ്റായിട്ട് കരയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു എന്തിനാണ് കരയുന്നതെന്ന്. അപ്പം എന്താണ് ആൻസർ പറഞ്ഞത്? അവർക്ക് പ്രിയപ്പെട്ട ആരോ ഗുഡ് ബൈ പറയാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത്രയാണ് ഫസ്റ്റ് ആൻസറിൽ പറയുന്നത്. നമുക്ക് സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് വരാം. I travel with my thoughts, I travel with my pen to write about children, women and men. അപ്പോൾ ഫസ്റ്റ് ആൻസറിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഐ ട്രാവൽ വിത്ത് മൈ ഐസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, തുടക്കത്തിൽ തന്നെ. ഇവിടെ ഇപ്പോൾ എന്താണ്, ഐ ട്രാവൽ വിത്ത് മൈ തോട്ട്സ്. തോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചിന്തകൾ. ഞാൻ ട്രാവൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ചിന്തകൾ കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കാണുന്ന കാര്യങ്ങൾ അദ്ദേഹം കണ്ടതങ്ങ് വിടുകയല്ല, അദ്ദേഹം അതിനെക്കുറിച്ച് ഗാഢമായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിന്തകൾ കൊണ്ടാണ് ഞാൻ സഞ്ചരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഐ ട്രാവൽ വിത്ത് മൈ പെൻ. ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എന്താണ്, ഒരു പെന്ന് എൻ്റെ കൂടെ കരുതും. എന്തിനാണ്? ടു റൈറ്റ് അബൌട്ട് ചിൽഡ്രൻ, വിമൻ ആൻഡ് മെൻ. ആരെക്കുറിച്ചൊക്കെ എഴുതാനാണ്?
കുട്ടികളെക്കുറിച്ചും അതേപോലെ സ്ത്രീകളെക്കുറിച്ചും പുരുഷന്മാരെക്കുറിച്ചും ഒക്കെ എഴുതി വെക്കാനായിട്ട്. അതായത് അപരിചിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ പരിചയമില്ലാത്ത ആളുകളെ കാണും. അപ്പോൾ അവരുടെ വികാരങ്ങളും അവർ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുകയാണെങ്കിൽ അതും, അല്ലെങ്കിൽ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ജീവിത പശ്ചാത്തലമൊക്കെ ഒന്ന് കുറിച്ച് വെക്കാൻ വേണ്ടി ഒരു പേന ഞാൻ കൂടെ കരുതാറുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആൻസർ നോക്കാം. ഐ ട്രാവൽ വിത്ത് മൈ വോയിസ്. വോയിസ് മീൻസ് എന്താണ്? ശബ്ദം. ഇവിടെ ഞാൻ എൻ്റെ ശബ്ദം കൊണ്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നിടത്ത് ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ആവാം. ഇപ്പം എവിടെയെങ്കിലും അപരിചിതമായിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എത്തേണ്ട ഒരു ഡെസ്റ്റിനേഷൻ എവിടെയാണോ എത്തേണ്ടത് ആ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള വഴി അറിയില്ലെങ്കിൽ ഒരു പക്ഷേ അവിടെ കാണുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഏതെങ്കിലും ഒരു സ്ഥലം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ അത് കുറച്ചൊരു ജിജ്ഞാസ വരുത്തുന്ന കാര്യമാണെങ്കിൽ അപ്പോൾ ആ ഒരു സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് അവിടെയുള്ള ആളുകൾക്ക് മാത്രമേ അറിയുണ്ടാവുള്ളൂ. അപ്പോൾ അവരോടത് ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വോയിസ് വേണം. അപ്പോൾ ഐ ട്രാവൽ വിത്ത് മൈ വോയിസ്. ഞാൻ എൻ്റെ ശബ്ദം കൊണ്ടാണ് സഞ്ചരിക്കുന്നത്. ഐ ട്രാവൽ വിത്ത് മൈ ഹോപ്പ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ യാത്ര ചെയ്യുന്നത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രതീക്ഷയും കൊണ്ടാണ്. എന്തെങ്കിലും ഒന്ന് കാണാനോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ അത്തരത്തിലുള്ള പല പ്രതീക്ഷകളും ഉണ്ടാവും ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലേ. ദാറ്റ് സംതിങ് ന്യൂ വുഡ് സ്പ്രിങ് ഇൻ ടു മൈ ഹൊറോസ്കോപ്പ്. ഹൊറോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതകം. അതായത് നമ്മളുടെ ഭാവിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ജാതകമൊക്കെ നോക്കിയിട്ട് പറയും അല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും കണ്ടുമുട്ടുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യമോ ഒക്കെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുമോ, എൻ്റെ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമോ എന്നുള്ളൊരു പ്രതീക്ഷയോടു കൂടിയാണ് യാത്ര ചെയ്യുന്നതെന്നാണ് പറയുന്നത്. Whether in Asia, America or Europe, there will always be something interesting to scope. അതായത് ഞാൻ യാത്ര ചെയ്യുന്നത് ഏഷ്യയിലോ അമേരിക്കയിലോ യൂറോപ്പിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഈ ലോകത്തിൻ്റെ ഏത് കോണിലും ആയിക്കോട്ടെ, അവിടെയൊക്കെ എന്താണ്? there will always be something interesting to scope. അവിടെയൊക്കെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എനിക്കൊരു സ്കോപ്പ് തരുന്ന, പ്രതീക്ഷ തരുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഐ ട്രാവൽ ടു മെനി ഡിഫറെൻറ്റ് പ്ലേസസ്. ഞാൻ പല വ്യത്യസ്ത തരത്തിലുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മിക്സ് വിത്ത് മെനി റേസസ്. അതായത് വ്യത്യസ്ത തരത്തിലുള്ള വംശത്തിലും ഗോത്രത്തിലും അതേപോലെ ജാതിയിലും ഒക്കെ പെട്ട ആളുകളെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ട്രൈബ്സ്മെൻ ബൈ ദെയർ ഫേസസ്. ട്രൈബ്സ്മെൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിവാസികൾ. അപ്പം അവരുടെ മുഖം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും അവർ എത്തരത്തിലുള്ള ആളുകളാണ്, ഏത് വർഗത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് മനസ്സിലാവുമെന്നാണ് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള ഗോത്രങ്ങളിലും വർഗങ്ങളിലും ഒക്കെ പെട്ട ആളുകളെ കണ്ടിട്ടുണ്ടാവും. അപ്പം അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏത് ഒരു വംശത്തിൽപ്പെട്ട ആളാണ്, വർഗത്തിൽപ്പെട്ട ആളാണെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഫേസ് കണ്ടാൽ തന്നെ ഒരു ട്രൈബ്സ്മാനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തനിക്ക് പറ്റും എന്നാണ് പറയുന്നത്. ഇവിടെ യാത്ര ചെയ്തത് കൊണ്ട് സ്പീക്കർക്ക് ഉണ്ടായിട്ടുള്ളൊരു നേട്ടത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ആദിവാസികളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഫേസ് കണ്ടാൽ അവർ ട്രൈബ്സ്മാൻ ആണ് എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. അതൊരു നേട്ടം തന്നെയാണ് അല്ലേ. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ലിറ്റിൽ ഗേൾസ് ബൈ ദെയർ ലേസസ്. ലേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വസ്ത്രധാരണമാണ്. ചെറിയ കുട്ടികളുടെ പോലും വസ്ത്രധാരണം കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഏത് വർഗത്തിൽപ്പെട്ട ആളുകളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇപ്പം ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലായിക്കോട്ടെ വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രധാരണ രീതിയാണ് നമുക്കുള്ളത്. കേരളത്തിലാണെങ്കിൽ നമുക്ക് എന്താണ് സെറ്റ് സാരി, അതേപോലെ എന്താണ് മുണ്ടും ഷർട്ടും, അതൊക്കെ നമ്മളുടെ തനതായൊരു വസ്ത്രധാരണ രീതിയാണ്. അപ്പോൾ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവും ഇവർ മലയാളികളാണ് അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകളാണെന്ന് അല്ലേ. അതേപോലെ ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തും ആളുകൾ വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അവരവരുടെ സ്ഥലങ്ങളിൽ എന്താണോ അവരുടെ വസ്ത്രധാരണ രീതി അതാണ് അവർ ഫോളോ ചെയ്യുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ എന്താണ്, നമ്മളുടെ ഈ ഒരു സ്പീക്കർ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലെയും ആളുകളുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് അറിവുണ്ടാവും അല്ലേ. അപ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയുടെ വസ്ത്രം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും, അവൾ ധരിച്ചിട്ടുള്ള ഒരു വസ്ത്രം കണ്ടാൽ പോലും അത് ആ ഒരു പെൺകുട്ടി ഏത് റേസിൽപ്പെട്ട കുട്ടിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആൻസർ നോക്കാം. ഐ ട്രാവൽ വിത്തൗട്ട് മണി. ഞാൻ എന്താണ് യാത്ര ചെയ്യുന്നത് പണം കയ്യിൽ കരുതാതെയാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് പണം കയ്യിലുണ്ടെങ്കിൽ എന്താണ്,
ഇപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബസ്സിൽ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ കാറൊക്കെ വിളിച്ചിട്ട് യാത്ര ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഓരോ സ്ഥലവും അല്ലെങ്കിൽ അവിടുത്തെ കാഴ്ചകളും ഒക്കെ നല്ല രീതിയിൽ ഒന്ന് കാണാതെ ആയിരിക്കും പോകുന്നുണ്ടാവുക. കാറിലാവുമ്പോൾ നമ്മൾ സ്പീഡിൽ അങ്ങനെ റോഡിലൂടെ യാത്ര ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്യുക അല്ലേ. സ്ഥലങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് കണ്ണുകൊണ്ടൊന്ന് കാണാനേ കഴിയുള്ളൂ. അവിടെയുള്ള ആളുകളോടൊന്നും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ്സാവും. അപ്പം പണം ഇല്ലാത്ത ഒരാൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? നടന്നായിരിക്കും പോകുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ വണ്ടിയൊന്ന് വിളിച്ച് പോകാനുള്ള പൈസ ഇല്ലാത്ത ആൾ എന്ത് ചെയ്യും? നടന്നാണ് പോവുക. അതേപോലെ നമ്മളുടെ ഈ ഒരു സ്പീക്കർ പണമില്ലാതെയാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാം അദ്ദേഹം നടന്നാണ് പോകുന്നത്. അപ്പം എന്താണ്, കാഴ്ചകളൊക്കെ അദ്ദേഹത്തിന് മതിതീരുവോളം കാണാനും പറ്റും, ആളുകളുമായിട്ട് അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും നന്നായി ഒബ്സർവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ ട്രാവൽ വിത്തൗട്ട് മണി, ഞാൻ പണമില്ലാതെയാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, നടന്നൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഇപ്പോൾ രാത്രിയൊക്കെ ആകുമ്പം ഗ്രാമങ്ങളിലൊക്കെ കിടന്നിട്ടായിരിക്കും ഉറങ്ങുന്നുണ്ടാവുക. അപ്പം താഴേക്കിടയിലുള്ള ആളുകളെ കാണാനും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും പച്ചയായ ജീവിതം കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും അല്ലേ. അപ്പോൾ പണമില്ലാതെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പണമില്ലാതെ വരുന്ന സമയത്ത് എന്നല്ല, പണമില്ലാതെ സഞ്ചരിക്കുന്ന സമയത്ത് നന്നായി കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ പ്ലീസ് ലിസൺ ടു മൈ ടെസ്റ്റിമോണി. ടെസ്റ്റിമോണി മീൻസ് തെളിവ്. അപ്പം ഇവിടെ എന്താണ്, സ്പീക്കർ നമ്മളോട് പറയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന തെളിവുകൾ അല്ലെങ്കിൽ സത്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം എന്ന് പറയുകയാണ്. ദ ഗുഡ്, ദ ബാഡ് ആൻഡ് ഈവൻ ദ അഗ്ലി, എവറി എക്സ്പീരിയൻസ് ഈസ് വർത്ത് ലൈഫ്സ് ജേണി. അതായത് ഗുഡ്, നല്ല കാര്യമായിക്കോട്ടെ, ബാഡ്, മോശമായിട്ടുള്ള കാര്യമായിക്കോട്ടെ, ഈവൻ ദ അഗ്ലി, അതായത് ഏറ്റവും മോശമായിട്ടുള്ള കാര്യവും ആയിക്കോട്ടെ, എവറി എക്സ്പീരിയൻസ് ഇസ് വർത്ത് ലൈഫ്സ് ജേണി, ജീവിതത്തിനെ ഒരു യാത്രയായിട്ട് കണക്കാക്കുന്ന സമയത്ത് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ എക്സ്പീരിയൻസസും, എല്ലാ അനുഭവങ്ങളും, അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, വളരെ മോശകരമായിട്ടുള്ള കാര്യവും ആയിക്കോട്ടെ, പക്ഷെ അത് ജീവിതത്തിൻ്റെ ആ ഒരു യാത്രയിൽ ഓരോ എക്സ്പീരിയൻസും മൂല്യമുള്ളതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ജീവിതത്തിൽ നല്ല കാര്യങ്ങളുണ്ടാവും, അതേപോലെ മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ ജീവിച്ച് കടന്നു പോകേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ എല്ലാം നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാവും, നമ്മൾ അതിൽ നിന്ന് ഒരുപാട് പഠിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ എന്താണ്, ലൈഫിൽ നടക്കുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വേർത്തായിട്ടുള്ള മൂല്യമേറിയ കാര്യമാണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ഈ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ, നല്ലതും ചീത്തയും വളരെ മോശവുമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഒക്കെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ ജീവിതം ഓരോ പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത് അല്ലേ. ഫോർ ഐ വിൽ ഓൾവേസ് ബി മാർവൽഡ് വെൻ എവർ ഐ ട്രാവൽ. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഞാൻ എപ്പോഴും എവിടെ സഞ്ചരിക്കുകയാണെങ്കിലും, ലോകത്തിൻ്റെ ഏത് കോണിലൂടെ സഞ്ചരിക്കുകയാണെങ്കിലും ഞാൻ എപ്പോഴും എന്താണ്, ഒരു ജിജ്ഞാസ, ഒരു അത്ഭുതത്തോടു കൂടി, അല്ലെങ്കിൽ എന്താണ്, ഒരു വിശിഷ്ടമായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ പലതിനെയും അപ്രോച്ച് ചെയ്യാറുണ്ട്, എല്ലാത്തിനെയും അപ്രോച്ച് ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്, ലൈഫിൽ പല നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടാവും. അതൊക്കെ ജീവിതമാവുന്ന ആ ഒരു യാത്രയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഞാൻ എവിടെ ട്രാവൽ ചെയ്യുകയാണെങ്കിലും എല്ലാത്തിനെയും ഞാനൊരു മാർവലസ് ആയിട്ടുള്ള, ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യമായിട്ടാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു പോം ഉള്ളത്. സോ ഈ ഒരു പോം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതാണ്. സോ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.